ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ലൊരു മാംഗോ മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതേ ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം പഴുത്തിട്ടുള്ള മാമ്പഴം വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു നട്ട്സാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. ബദാമോ അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് നിലക്കടല എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ മാറ്റിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പോളം ഐസ്ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് മാംഗോ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു കളറും ഫ്ലേവറൊക്കെ ഇതിന് കിട്ടും. ഞാനിവിടെ 1.5 കപ്പോളം നല്ല തണുത്ത പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പാല് ഞാനിവിടെ നല്ലോണം തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടൊക്കെ പോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മാംഗോ ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിപ്പോൾ നല്ലോണം തന്നെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാമ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.